നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിലവിലുള്ളൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്, സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ ക്യാബിന് മാത്രമാണ് നിലവിലുള്ളത്. അതിന് ഫസ്റ്റ് ഫ്ലോറിലൊരു ബെഡ്റൂമും ടോയ്ലറ്റും കൂടി ആഡ് ചെയ്യുന്ന ഒരു കേസിൽ എങ്ങനെയാണ് ലെയർ മാട്രിക്സ് ചെയ്യേണ്ടത്, അതുപോലെ ലെയർ മാട്രിക്സ് ചെയ്ത് കഴിഞ്ഞ് സ്ക്രൂട്ടിനൈസ് പാസ്സായ ഒരു ഡ്രോയിങ് ഏത് രീതിയിലാണ് നമ്മൾ അപേക്ഷയായിട്ട് സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ചെയ്തു വെച്ച ഒരു ഡ്രോയിങ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കേണ്ട ലെയർ കംപ്ലീറ്റ് ഒന്ന് ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവന്നിടുകയാണ്. അതിൽ പറയേണ്ടതില്ലാത്ത ഭാഗങ്ങൾ ഞാൻ ഒഴിവാക്കട്ടെ. ഇതൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്ത് പറയണില്ല. ഡയമെൻഷൻ നമുക്ക് ഇനി ചെയ്യാനുള്ള ഡയമെൻഷനൊക്കെ കറക്റ്റ് ഇവിടെ സ്മാർട്ടിൻ്റെ ഡയമെൻഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കട്ടോ. ഓക്കെ, പ്ലാനിങ് ഫോർ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടുതലായിട്ട് പറഞ്ഞ് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. ഇത് ഞാൻ മുന്നേ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അപേക്ഷ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാനത് കോപ്പി ചെയ്തിട്ടായിരിക്കും ചെയ്യട്ടോ. അപ്പോൾ ഈ കാര്യം കൂടി പറഞ്ഞ് വീഡിയോ വെറുതെ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രോയിങ്ങിലേക്ക് കടക്കാം. ഓട്ടോമേറ്റഡ് മോഡിലാണ് കേട്ടോ പറഞ്ഞിരുന്നത്. ഓട്ടോമേഷൻ തന്നെ ചെയ്ത് പഠിക്കാം. സൈറ്റ് പ്ലാൻ പ്രിൻ്റ് നമ്മൾ കറക്റ്റ് സൈറ്റ് പ്ലാനിൻ്റെ ഷീറ്റ് മൊത്തത്തിലൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത സർവീസ് പ്ലാൻ പ്രിൻ്റ് നമ്മളതുപോലെ സർവീസ് പ്ലാനിൻ്റെ ഷീറ്റ് മൊത്തത്തിൽ മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ RWH ഇത് നമ്മൾ യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. യൂട്ടിലിറ്റി ഡീറ്റെയിൽസിലാണ് ചെയ്യേണ്ടത് കണ്ടോ. അതിൽ തന്നെ അടുത്തത് സെപ്റ്റിക് ടാങ്ക് അതുപോലെ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് വേസ്റ്റ് ഡിസ്പോസൽ മാച്ച് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്ന സമയത്ത് ആ ഷീറ്റ് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കട്ടോ. അതായത് ഇതിലേതെങ്കിലും ഒരു ലെയറിൽ ഈ ഷീറ്റും കൂടി, ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ അതിൻ്റെ ലെയറിൽ ഷീറ്റും കൂടി ഒന്ന് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, വേസ്റ്റ് ഡിസ്പോസൽ, ഏതെങ്കിലും ഒരു ഇതിൽ അടങ്ങിയിട്ടുള്ള ഡ്രോയിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ലെയറിൽ ഈ ഷീറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഓപ്പൺ വെല്ല് ഈ കേസിൽ നമുക്കില്ല. സോളാർ, ബയോഗ്യാസ് ആവശ്യമില്ല. ചെറിയ വീടിൻ്റെ പ്ലാനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പം ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ചെറിയ പ്ലാൻ തന്നെ തിരഞ്ഞെടുത്തത് കേട്ടോ. അടുത്തത് ഫ്ലോർ പ്ലാൻ മാച്ച് ചെയ്യാനുള്ളതാണ്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന് കറക്റ്റ് നമ്മൾ ലെയർ മാച്ച് ചെയ്തു. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറ് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. എലിവേഷൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലെയർ ഷീറ്റിനും കൂടി കൊടുക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മാച്ച് ചെയ്യുന്ന സെക്ഷനാണ്. അപ്പോൾ സെക്ഷൻ്റെ ലെയറിൽ ഷീറ്റും കൂടി ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ അടുത്ത എക്സ്കാവേഷൻ ഡീറ്റെയിൽസ്. നമുക്ക് 1.5 മീറ്ററിൽ കൂടുതൽ മണ്ണ് കുഴിച്ചെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി കേട്ടോ. അടുത്ത് പ്ലോട്ട് ബൗണ്ടറി നമ്മൾ പോളി ലൈൻ എടുക്കുക. ക്ലോസ്ഡ് ആയിരിക്കണം കേട്ടോ വരയ്ക്കുമ്പോൾ. സൈറ്റ് പ്ലാനിലാണ് വരയ്ക്കേണ്ടത്. ലാസ്റ്റ് പോയിന്റ് കൊണ്ടുപോയിട്ട് പിക്ക് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ അത് ക്ലോസ്ഡ് ആയിരിക്കില്ല. ലാസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചാൽ അത് ഓട്ടോമാറ്റിക് ക്ലോസ്ഡ് പോളി ലൈനായി മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് വരച്ചതിന് ശേഷം സൈറ്റ് പ്ലാനിൽ നമ്മൾ പ്ലോട്ട് ബൗണ്ടറി മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ബിൽഡിംഗ് ഫുട് പ്രിൻ്റ്
ഇവിടെയൊക്കെ നമ്മൾ മാച്ച് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ബിൽഡിംഗ് ഫുട് പ്രിൻറ്റിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി വിശദീകരിച്ച് പറയണം. അതായത് നമ്മൾ ഫ്ലോർ പ്ലാനിൽ വരയ്ക്കാൻ പോകുന്ന ബിൽട്ടപ്പ് ഏരിയ ലൈൻ അല്ലെങ്കിൽ ഫുട് പ്രിൻറ്റ് ലൈൻ, ഇതൊക്കെ ഈ ഫുട് പ്രിൻറ്റ് ലൈനും ഇതും കൂടി ഇവർ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് EDCR നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചെറിയൊരു പോയിന്റ് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയ വ്യത്യാസം വന്നു. അപ്പോൾ അതിലൊക്കെ എറർ നിർബന്ധമായിട്ടും വരും, എന്തായാലും എററായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരച്ചിട്ടുള്ള ലൈന്, നമ്മൾ ലെയർ മാച്ച് ചെയ്തിട്ടില്ല, ഗ്രൗണ്ട് ഫ്ലോറിൽ വരയ്ക്കാൻ പോകുന്ന ലൈനും ഇതും സെയിം ആയിരിക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് വരച്ചത്, അപ്പോൾ സൈറ്റ് പ്ലാനിലാണ് വരച്ചതെന്നുണ്ടെങ്കിൽ അത് തന്നെ കോപ്പി എടുത്തിട്ട് ഫ്ലോർ പ്ലാനിൽ ചെയ്യുക. പക്ഷേ മാറ്റങ്ങൾ വരരുത്. അതല്ല, ഫ്ലോർ പ്ലാനിലാണ് നമ്മൾ കൃത്യമായിട്ട് വരച്ചതെന്നുണ്ടെങ്കിൽ അത് തന്നെ കോപ്പി എടുത്ത് സൈറ്റിൽ കൊണ്ടുവന്ന് വെച്ച് ചെയ്യാം. അതിൽ മാറ്റങ്ങൾ വന്നാൽ എന്തായാലും എറർ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പലർക്കും ഈ എറർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എററായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ട്, കമൻ്റായിട്ട് കാണിച്ചു തന്നിട്ട് പോലും എന്തിൻ്റെ എററാണെന്നുള്ളത് മനസ്സിലാക്കാൻ പലർക്കും സാധിക്കണില്ല. അപ്പോൾ എന്തായാലും ഈ കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് തന്നെ ചെയ്യട്ടോ. രണ്ട് ലൈനും സെയിം ആണ് എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് വരച്ചത് ഫ്ലോർ പ്ലാനിൽ വരച്ച ലൈൻ ഇവിടെ കോപ്പി ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതിൽ മാറ്റാനൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ലൈൻ തന്നെ ഒന്ന് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഒരു 23 മീറ്റർ പുറത്തേക്ക് മാറ്റിയിട്ട് ഒന്നുകിൽ ബോർഡർ കൊടുക്കുക, അല്ലെങ്കിൽ പോളി ലൈൻ എടുത്ത് വരയ്ക്കട്ടോ. BO എൻ്റർ അടിച്ചാൽ ബോർഡറായി. അതിനുശേഷം ഇവിടെ വന്ന് ഫുട് പ്രിൻറ്റിൻ്റെ ബ്ലോക്ക് 1 ഫുട് പ്രിൻറ്റിൻ്റെ ലെയർ കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ 23 മീറ്റർ ആയിരുന്നു പുറത്തേക്ക് മൂവ് ചെയ്തിട്ട്, അപ്പോൾ 23 തിരിച്ച് അവിടേക്ക് തന്നെ മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഫുട് പ്രിൻറ്റ്. നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറിലെ സ്റ്റെയർ ക്യാബിനും എക്സിസ്റ്റിംഗ് ആണ്. പക്ഷേ ഇതിൽ കൊണ്ടുപോയിട്ട് ആരും എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻറ്റ് സൈറ്റ് പ്ലാനിൽ വരയ്ക്കരുത്. അത് ബിൽഡിംഗ് ഫുട് പ്രിൻറ്റ് സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് നിൽക്കുന്ന കേസിൽ മാത്രമാണ് എക്സിസ്റ്റിങ്ങിൻ്റെ ബ്ലോക്കിന് ആ ഒരു ലെയർ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒരേ ബിൽഡിങ്ങിൽ നമ്മൾ എക്സിസ്റ്റിങ്ങിൻ്റെ കൂടെ ഒരു ഭാഗം കൂടി ചേർത്തെടുക്കുകയാണെങ്കിൽ, എക്സിസ്റ്റിൻ്റെ കൂടെ പ്രപ്പോസലും കൂടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത റെഗുലറൈസേഷന് വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കും, അങ്ങനെയാണെങ്കിലും ഒരേ ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ എക്സിസ്റ്റിംഗ് ഏരിയയ്ക്ക് ഒരിക്കലും ഈ ലെയർ കൊണ്ടുപോയിട്ട് മാച്ച് ചെയ്യരുത്. ഒരുപാട് പേര് അങ്ങനെ തെറ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അടുത്ത കവറേജ്. നമ്മൾക്ക് ഈ കേസിൽ ഈ ഇപ്പോൾ വരച്ച ബിൽഡിംഗ് ഫുട് പ്രിൻറ്റിൻ്റെ ലൈൻ തന്നെയാണ് കവറേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം 1 മീറ്റർ താഴേക്ക് മൂവ് ചെയ്തു, കോപ്പി ചെയ്തു. അതിനുശേഷം കവേർഡിൻ്റെ ലൈൻ ഒന്ന് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് 1 മീറ്റർ തന്നെ മേലേക്ക് മൂവ് ചെയ്തിട്ടു. ഓക്കെ, അടുത്ത കവറേജ് ഡിഡക്ഷൻ, റോഡ് വൈഡനിങ്. ഇത് രണ്ടും നമുക്കിതിൽ വരുന്നില്ല, ഒഴിവാക്കി കൊടുക്കാം. അടുത്ത യാർഡ്സൊക്കെ ഞാൻ ഓൾറെഡി ഇതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈന് നോക്കിയാൽ അറിയാം, എന്നാലും ഞാൻ നിങ്ങൾക്ക് വരച്ച് തന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ആദ്യം ഫ്രണ്ട് യാർഡ് വരയ്ക്കുകയാണ്. ഇത് ഈ ബിൽട്ടപ്പ് ഏരിയയ്ക്ക് ഫുട് പ്രിൻറ്റിന് വേണ്ടി വരച്ച ലൈനും ഇതും തമ്മിൽ ടച്ച് ചെയ്തിരിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ പാസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും എറർ വരും. ഈ രണ്ട് ലൈനും തമ്മിൽ ക്രോസ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് എറർ വരും. ലാസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുന്നതിന് മുന്നേ C എൻ്റർ അടിക്കട്ടെ, ക്ലോസ്ഡ് ആയിരിക്കാൻ. ഓക്കെ, ഇങ്ങനെ തന്നെ വരണം. അപ്പോൾ ഫ്രണ്ട് യാർഡ് വരച്ചു, അടുത്ത റിയർ യാർഡ് വരച്ചു കൊടുക്കാം. സൈഡ് യാർഡ് 1 and 2. സൈഡ് യാർഡ് 1 വരച്ചു, 2 വരയ്ക്കാം. ഓക്കെ,
ഇത്രയും വരച്ച് കഴിഞ്ഞാൽ യാർഡ്സിൻ്റെ ലെയർ കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് 1ൻ്റെ ഫ്രണ്ട് യാർഡ്, അടുത്ത ബ്ലോക്ക് 1 റിയർ യാർഡ്, അടുത്ത ബ്ലോക്ക് 1ൻ്റെ സൈഡ് യാർഡ് 1, അടുത്ത ബ്ലോക്ക് 1 സൈഡ് യാർഡ് 2. ഓക്കെ, ഇത്ര മാച്ച് കൊടുക്കുക. അടുത്തത് പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ. നമുക്കറിയാം ഏറ്റവും നമ്മളെ സൈഡിൽ വരുന്ന റോഡും അല്ലെങ്കിൽ റിവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് ഏറ്റവും മിനിമം സെറ്റ് ബാക്ക് എത്ര നിർത്തിയിട്ടാണോ ഇതിൽ ബിൽഡിംഗ് എടുക്കാൻ പറ്റുക ആസ് പെർ റൂളിനനുസരിച്ച് എത്ര മിനിമം സെറ്റ് ബാക്ക് ചുരുക്കിക്കൊണ്ടാണ് നമുക്ക് ബിൽഡിംഗ് വരയ്ക്കാൻ പറ്റുക. അതിൻ്റെ ലൈനിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ എന്നിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റിയർ യാർഡ് 1.5 മീറ്ററാണ് ഈ കേസിൽ ആവശ്യം. അപ്പോൾ 1.5 ആക്കിയിട്ടാണ് ഇപ്പോൾ ഇത് വരച്ച് വെച്ചിട്ടുള്ളത്. ഓൾറെഡി വരച്ചതിൻ്റെ മേലെ കൂടി തന്നെ വരയ്ക്കണം കേട്ടോ. ഓക്കെ, ഈ സൈഡ് യാർഡ് 1 മീറ്ററാണ് ആവശ്യം. ഫ്രണ്ടേജ് 2 മീറ്ററാണ് ആവശ്യം കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ റോഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, സൈഡിലാണ് റോഡ് വരുന്നത്. അപ്പോൾ 2 മീറ്ററാണ് നമുക്ക് ഇവിടെ ആവശ്യം. അപ്പോൾ അത് വരച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പെർമിസിബിൾ ബിൽഡിംഗ് ലൈന് കൃത്യമായിട്ട് ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഡ്രെയിനേജ് ലൈന്. ഡ്രെയിനേജ് ലൈന് നമ്മൾ ടോയ്ലറ്റിൽ നിന്നും സെപ്റ്റിക് ടാങ്കിലേക്കും അതുപോലെ വേസ്റ്റ് ഡിസ്പോസൽ പിറ്റിലേക്കൊക്കെ കണക്ഷൻ ലൈൻസ് കാണിച്ചിട്ടുണ്ട്. ആ ലൈന് നമ്മൾ ഒന്നുകൂടി വരച്ച് കാണിക്കുന്നുണ്ട്. സൈറ്റ് പ്ലാനിൽ ഔട്ട്ലൈന് മാത്രമേ ഉണ്ടാവുള്ളൂ ബിൽഡിംഗ് ലൈനിൻ്റെ. അപ്പോൾ നമുക്ക് സെപ്റ്റിക് ടാങ്കിലേക്കുള്ള കണക്ഷൻ ഈ ടോയ്ലറ്റിൽ നിന്ന് വരയ്ക്കണമെങ്കിൽ ടോയ്ലറ്റ് കാണണമല്ലോ. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് പ്ലാനിൽ വരച്ചതിന് ശേഷം കോപ്പി ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഒന്നും കൂടി വരച്ച് കാണിക്കുന്നത് കേട്ടോ. ഈ ഡ്രെയിനേജ് ലൈനിൻ്റെ മുമ്പ് ബിൽഡിംഗ് ടു ബി ഡീമോളിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് നമ്മൾ നിലവിലുള്ള ബിൽഡിങ്ങൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊളിച്ച് കളയാൻ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറിയിട്ടാണ് ഇപ്പോൾ പുതിയ നിർമ്മാണം വരുന്നത്, എന്നാലും അതിൽ നിലവിലുള്ള ഒരു ബിൽഡിംഗ് പൊളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കാണിക്കണം കേട്ടോ. ഈ ലെയർ നിർബന്ധമായിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഡ്രെയിനേജ് ലൈനിൻ്റെ ലെയറാണ് മാച്ച് ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. പോളി ലൈൻ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞാൽ വാട്ടർ ലൈൻ. അതും ഇതുപോലെ തന്നെ നമ്മൾ സൺഷെയ്ഡിൽ നിന്നും വാട്ടർ കളക്ട് ചെയ്ത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലേക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെ നമ്മളൊന്ന് ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഒന്നും കൂടി വരച്ച് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ മാറി വന്നിട്ടുണ്ട്. അടുത്ത അതിൽ തന്നെ ടെലി ലൈൻ നമുക്ക് ആവശ്യമില്ല, തൽക്കാലം ഒഴിവാക്കുന്നുണ്ട്. അടുത്ത റോഡിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. ടൈപ്സ് ഓഫ് അബട്ടിങ് റോഡ്സ്. ഇതിൽ നമുക്ക് മുനിസിപ്പൽ റോഡിൽ നിന്നും നമ്മളെ പ്ലോട്ടിലേക്ക് വന്നിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയ റോഡാണ്, ഞാൻ ലെങ്ത്ത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ആകെ ഒരു 10 മീറ്ററിൽ താഴെയൊക്കെ ലെങ്ത്ത് ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കൽദേസാക്കിൻ്റെ ഓപ്ഷനാണ് കേട്ടോ. കൽദേസാക്ക് റോഡ് 1ൽ കൽദേസാക്കിൻ്റെ ലെയറാണ് മാച്ച് ചെയ്യേണ്ടത്. നമുക്കിവിടെ റോഡ് വരച്ചു കൊടുക്കണം. ആദ്യം പോളി ലൈൻ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക.
അതിനുശേഷം ആ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്പ്ലേ മാർക്കിങ് നമുക്ക് ഇതിൽ ആവശ്യമില്ല. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് ഇത് നമ്മൾ സൈറ്റ് പ്ലാനിൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് സൈറ്റ് പ്ലാനിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കേട്ടോ. ഈ ഒരു ബോക്സിൽ കാണുന്ന കംപ്ലീറ്റ് സൈറ്റ് പ്ലാനിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് നമുക്ക് സൈറ്റ് പ്ലാനിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പെർക്കുലേഷൻ ബിറ്റും കൂടി ഒന്ന് വരച്ചെടുക്കും. അപ്പോൾ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൾറെഡി വരച്ച് വെച്ച ടാങ്കിന് മുകളിലൂടെ ഒരു ബോക്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ലെയർ കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പെർക്കുലേഷൻ ബിറ്റ് മൂന്നാമത്തെ കേട്ടോ, രണ്ടാമത്തത് ഞാനിപ്പോൾ പറയാം. ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ കേട്ടോ. നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ കപ്പാസിറ്റി കാണിക്കുന്ന ടെക്സ്റ്റാണിത്. അപ്പോൾ 2400 ലിറ്ററാണ് നമുക്കിവിടെ കപ്പാസിറ്റി ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഒരു സൈസിലേക്ക് ഇത് ചെറുതാക്കിയതിന് ശേഷം സ്കെയിൽ ചെയ്തതിന് ശേഷം കപ്പാസിറ്റി ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് സൈറ്റ് പ്ലാനിൽ കാണിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ വെൽ വരുന്നില്ല, വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി വരുന്നുണ്ട്, സെപ്റ്റി ടാങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ബോക്സ് എടുത്തിട്ട് വേണം വരയ്ക്കാൻ. വേസ്റ്റ് ഡിസ്പോസൽ പിറ്റ് നമ്മൾ വരച്ചു, സെപ്റ്റി ടാങ്ക് വരച്ചു. അതിനുശേഷം കൃത്യമായിട്ട് അത് എക്സിസ്റ്റിംഗ് സെപ്റ്റി ടാങ്കാണ്. നമ്മൾ പറഞ്ഞു നിലവിലുള്ളൊരു ബിൽഡിംഗ് ആണ്, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂം ആഡ് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് സെപ്റ്റി ടാങ്ക് ഉണ്ടായിരിക്കുമല്ലോ എന്തായാലും, അത് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. സോറി, വേസ്റ്റ് ഡിസ്പോസലാണ് കേട്ടോ ഇപ്പോൾ മാച്ച് ചെയ്യേണ്ടത്. ഞാൻ സെപ്റ്റി ടാങ്കിന് കൊണ്ടുപോയിട്ടാണ് മാച്ച് ചെയ്ത് കൊടുത്തത്. വേസ്റ്റ് ഡിസ്പോസലിനാണ് ആ ലെയർ മാച്ച് ചെയ്യേണ്ടത്. രണ്ടാമത് സെപ്റ്റിക് ടാങ്കിനും മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇതിലൊന്നും ചെയ്യാനില്ല. ഇനി ബയോഗ്യാസും ഒന്നും നമുക്ക് ആവശ്യമില്ല. അടുത്ത് ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈൻ. നമ്മുടെ പ്ലോട്ടിലൂടെ ഇലക്ട്രിക് ലൈൻസ് ഒന്നും നമ്മൾ പ്ലോട്ടിനെ ക്രോസ് ചെയ്തുകൊണ്ട് പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ആ കാര്യങ്ങളും പറയുന്നില്ല കേട്ടോ. അടുത്ത് ഷെയ്ഡ്സ്, ഓപ്പൺ സ്റ്റെയർ, പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിങ്സ്. നമ്മൾ ഒരേ പ്ലോട്ടിൽ മറ്റ് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണിക്കണം. ഓപ്പൺ സ്റ്റെയർ ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം ഷെയ്ഡ്സ് ആണ്. നമ്മൾ ഓൾറെഡി സൺഷെയ്ഡിൽ നിന്നും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലേക്ക് വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, വാട്ടർ ലൈൻ എന്ന് പറഞ്ഞിട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ നമ്മളൊന്ന് കോപ്പി എടുത്തിട്ട് ഈ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സൺഷെയ്ഡിൻ്റെ ബ്ലോക്ക് പോയിന്റിലെ സൺഷെയ്ഡിൻ്റെ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് സോളാർ. നമുക്ക് ചെറിയ വീടിനൊന്നും സോളാറിൻ്റെ ആവശ്യമില്ല. ആക്സസറി ബ്ലോക്ക് നിലവിൽ ഈ പ്ലോട്ടിലില്ല, അത് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത ഫ്ലോർ പ്ലാനിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആണ്, അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഏരിയ കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഓൾറെഡി സ്റ്റെയർ ക്യാബിനുണ്ട്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലൈന് വരയ്ക്കേണ്ടത്, ഗ്രൗണ്ട് ഫ്ലോർ മൊത്തത്തിൽ എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്ന ബോക്സ്, അതിൽ പറഞ്ഞ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയർ മാച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലൈന് കൃത്യമായിട്ട് ഇതിൽ വരയ്ക്കണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ സൈറ്റ് പ്ലാനിലൊക്കെ ബിൽഡിംഗ് ഫുട് പ്രിൻറ്റ് വരച്ചിട്ടുണ്ട്, അതുമായിട്ട് തന്നെ കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ജസ്റ്റ് വരച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്ലോസ്ഡ് പോളിലൈൻ ഉപയോഗിച്ച് വരയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഹാഫ് പോർഷൻ മൈനസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ സിറ്റ് ഔട്ട് മൊത്തത്തിലൊന്ന് വരച്ചു കൊടുക്കുക. അതൊക്കെ ഓട്ടോമാറ്റിക് ഹാഫ് പോർഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുള്ളൂ കേട്ടോ. അതും ക്ലോസ്ഡ് പോളിലൈൻ ഉപയോഗിച്ച് വരച്ചു. അതിനുശേഷം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈൻ നമ്മൾ മാച്ച് ചെയ്ത് കൊടുത്തു. സിറ്റ് ഔട്ടിന് കൊടുക്കേണ്ടത് അതിൽ തന്നെ വരുന്ന ഡിഡക്ഷൻ്റെ ഓപ്ഷനിൽ പോയിട്ട് കേട്ടോ. ഡിഡക്ഷനിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയർ എടുക്കുക.
അതാണ് ഇവിടെ മാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, സിറ്റ് ഔട്ടിൻ്റെ ലൈന് മാറി വന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത്രയാണ് ചെയ്യാനുള്ളത്. അടുത്തത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഏരിയ വരയ്ക്കണം. അതും നമ്മൾ ക്ലോസ്ഡ് പോളി ലൈൻ വെച്ച് വേണം വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഈ നീല കളറിൽ തന്നെ നമ്മൾ പോയിട്ട് ചെയ്യട്ടോ. എക്സിസ്റ്റിംഗ് ആകുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എക്സിസ്റ്റിംഗ് ഏരിയയിൽ വേറെ ഡിഡക്ഷൻ ഒന്നും വരുന്നില്ല. ഫ്ലോർ ഏരിയയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാൽക്കണിയൊക്കെ വരുന്നത് പ്രൊപ്പോസ്ഡ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബെഡ്റൂം ടോയ്ലറ്റ് കൂട്ടിയെടുക്കുന്നതാണ്. ഒരു ബാൽക്കണി അപ്പർ ലിവിങ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഏരിയ മൊത്തത്തിൽ നമ്മൾ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ പ്രൊപ്പോസ്ഡ് ഏരിയ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ലൈനും കൂടി ഒന്ന് വരച്ച് വെക്കട്ടോ. കൃത്യമായിട്ട് സൂം ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ ചെയ്യാം. ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാം. അടുത്തത് റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാൽക്കണിയും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അതിനുശേഷം പ്രൊപ്പോസ്ഡ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയർ അതുപോലെ തന്നെ ഡിഡക്ഷനിൽ പോയിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയറും കൂടി ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കും. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയറും കൂടി ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈന് മാച്ച് ചെയ്ത് കൊടുത്തു. അതിൽ ബിൽട്ടപ്പ് ഏരിയ ഡിഡക്റ്റ് ചെയ്യാനുള്ള ബാൽക്കണീൻ്റെ ലെയറും മാച്ച് ചെയ്ത് കൊടുത്തു. മാറി വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം, നല്ലത് കേട്ടോ. ഓക്കെ, ഏരിയ ഡിഡക്ഷൻ വന്നിട്ടുണ്ട്, ബിൽട്ടപ്പ് ഏരിയ ലൈന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നമുക്കൊന്നും ചെയ്യില്ല. അതൊക്കെ അടുത്ത ഈ പച്ച കളർ കാണുന്നതൊക്കെ റെഗുലറൈസേഷൻ്റെ ഓപ്ഷൻസ് ആണ്. നമ്മളിത് പെർമിറ്റ് എടുത്ത് ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് അത് ആവശ്യമില്ല. അടുത്ത കിച്ചൺ വർക്ക് ചെയ്യണം. അതും ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചൺ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ പുതിയ അപ്ഡേഷന് ശേഷം വർക്ക് ഏരിയ കിച്ചണൊക്കെ വരുമ്പോൾ 2 കിച്ചണായിട്ടൊക്കെ വരയ്ക്കാനുള്ള ഓപ്ഷൻസ് അതിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യലിൻ്റെ ബിൽഡിങ്ങിൽ കൊണ്ടുപോയിട്ട് 2 കിച്ചൺ വരയ്ക്കേണ്ട എന്നുള്ളതാണ് EDCRയുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ മനസ്സിലായത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രീസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ എറേഴ്സ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ വിഷയം എന്താ വെച്ചാൽ ഡുവൽ ഫാമിലി എന്നുള്ള കാറ്റഗറിയിലേക്ക് കടക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വർക്ക് ഏരിയ വരുന്നുണ്ടെങ്കിലും ഒറ്റ പോളി ലൈൻ ഉപയോഗിച്ചിട്ട് 2ഉം കൂടി വരയ്ക്കുക, അല്ലെങ്കിൽ കിച്ചൺ മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചൺ കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. അത് ആവശ്യമില്ല. ഇനി സ്റ്റെയർ ക്യാബിനാണ്. സ്റ്റെയർ ക്യാബിൻ ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് തന്നെ കൃത്യമായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റെയർ വരച്ചു കൊടുക്കുക. ഫസ്റ്റ് ഫ്ലോറിലും അതിൻ്റെ കൂടെ തന്നെ ഒന്ന് വരയ്ക്കട്ടോ. ക്ലോസ് ചെയ്യുക. അതിനുശേഷം സ്റ്റെയറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ലെയർ കൃത്യമായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മാച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയറും കൃത്യമായിട്ട് നമ്മൾ വരച്ച ലൈനുമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലാകെ ഒരു സ്റ്റെയറേ വരണുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. 2ാമത്തെ സ്റ്റെയർ ഉണ്ടെങ്കിൽ ഈ ലെയർ വെച്ച് ചെയ്യട്ടോ. ഷീറ്റ് റൂഫിങ് നമുക്കിതിൽ വരുന്നില്ല. എക്സിസ്റ്റിംഗ് ഷീറ്റ് റൂഫിങ്, പ്രൊപ്പോസ്ഡ്, റെഗുലറൈസേഷൻ, ഇതൊക്കെ ഇതിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് ഈ പറഞ്ഞ ലെയറിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ഫ്ലോറിൽ ഒരു ഒബ്ജക്റ്റ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട്. അതിന് ഈ ലെയറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അടുത്ത് കവറേജ് ആൻഡ് ഫുട് പ്രിൻ്റ്. ഇതും ഫ്ലോർ പ്ലാനിൽ ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അത്ര ശ്രദ്ധിച്ച് ചെയ്താൽ പോലും ഈ ഒരു വിഷയത്തിൽ എറർ വരുന്നുണ്ട് കേട്ടോ. അത് അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ലൈന്, ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലൈൻ ഇതാണെന്ന് വിചാരിക്കും, ബിൽട്ടപ്പ് ഏരിയ ലൈൻ. നമ്മളതിന് മുകളിലൂടെ കൃത്യമായിട്ട് അടുത്ത ലൈൻ വരച്ചു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഈ ലൈന് കോപ്പി ചെയ്തിട്ട് കൊടുത്തു. ഫസ്റ്റ് ഫ്ലോറിലും ചിലപ്പോൾ ഇത്ര ഏരിയ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ സൂം ചെയ്ത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ടാവും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് തമ്മിൽ ക്രോസ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എറർ വരുന്നുണ്ട്. നമ്മൾ അത്ര മെനക്കെട്ട് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു വിഷയം പോകണുള്ളൂ കേട്ടോ. അപ്പോൾ പലരും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടൊക്കെ നിരന്തരം പറയുന്ന ഒരു വിഷയമാണിത്. അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ നമ്മൾ സൂം ചെയ്ത് അത്രയും സൂം ചെയ്ത് ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടോ ഈ പറഞ്ഞ മൗസ് പോയിന്റ് മാറുന്നുണ്ടോ, ഉണ്ടോ? ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ടച്ച് ചെയ്യാത്തത് പോലൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ അത്ര കൃത്യമായിട്ട് അത്ര ഉറപ്പ് വരുത്തി വരച്ചു. പക്ഷേ EDCRൻ്റെ ടീമുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരച്ച പോയിന്റ് മാറിക്കിടന്നിട്ടാണ്. പക്ഷെ അല്ല എന്നുള്ള അത്രയും 100% ഉറപ്പാണ്. അപ്പോൾ അത് വളരെ അധികം മെനക്കെട്ട് ലാസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 2 ലൈനായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ ലൈനൊന്ന് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ബോർഡർ കൊടുക്കുക ചെയ്യാം. ഇങ്ങനെ BO എൻട്രൻസ് ബോർഡർ കൊടുക്കും. അപ്പോൾ എന്തായാലും ഈ ലൈനിനെ ടച്ച് ചെയ്തിട്ടല്ലേ ബോർഡർ വരുള്ളൂ. അങ്ങനെ വരച്ചിട്ട് പോലും എറർ വരുന്നുണ്ട്. ചില സാഹചര്യത്തിൽ മാത്രം രക്ഷപ്പെട്ട് പോകുന്നുണ്ട്, കഴിച്ചിലായി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ അത്ര ശ്രദ്ധിച്ച് വരച്ചാലും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ ചെയ്ത ഡ്രോയിങ്ങിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് ആരും വിചാരിക്കേണ്ട. ഡ്രോയിങ്ങിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടും വരുന്നുണ്ട്. പക്ഷേ കൂടുതലും സാഹചര്യത്തിൽ നമ്മൾ അത്ര ശ്രദ്ധിച്ച് ചെയ്ത കാര്യത്തിൽ പോലും ഈ ഒരു എറർ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈൻ തന്നെയാണ് നമുക്കിവിടെ ഫുട് പ്രിൻ്റ് ലൈനായി വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് 1 മീറ്റർ ഒന്ന് മാറ്റിയിട്ടിട്ട് ഞാൻ ആ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ആ 1 മീറ്റർ തിരിച്ച് അവിടേക്ക് തന്നെ ഉണ്ട്. ഇനി കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് കൃത്യമായി ഫസ്റ്റ് ഫ്ലോറിലും ഈ സെയിം ലൈൻ തന്നെ കൊണ്ടുവന്ന് വെക്കട്ടെ. നമ്മൾ അത്രയും സൂം ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണല്ലോ ഇത് എൻഡ് പോയിൻ്റാണ് ഈ കാണിക്കുന്ന സിമ്പിൾ. കൃത്യമായി നമ്മളവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയർ മാച്ച് ചെയ്ത് കൊടുക്കട്ടോ ആ ലൈനിന്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയർ മാറി വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ലെവൽസ്. നമ്മൾ സെക്ഷനിൽ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ. അപ്പോൾ ഇതാരും പോളി ലൈൻ ഉപയോഗിച്ച് വരയ്ക്കരുത്. സിംഗിൾ ലൈൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ബിൽഡിംഗ് ഹൈറ്റിനെ കാണിക്കുന്ന ലൈൻ വരച്ചു. ആവറേജ് ഗ്രൗണ്ട് ലെവലിനെ കാണിക്കുന്ന ലൈൻ വരച്ചു. അതിനുശേഷം ബ്ലോക്ക് 1ൻ്റെ ആവറേജ് ഗ്രൗണ്ട് ലെവൽ മാച്ച് ചെയ്ത് കൊടുത്തു. അടുത്ത ബ്ലോക്ക് 1ൻ്റെ റൂഫ് ലെവൽ മാച്ച് ചെയ്ത് കൊടുത്തു. അടുത്ത് ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈനിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. നമുക്ക് ഇതിൽ അങ്ങനത്തെ ഒരു ലൈന് വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിൽ ചെയ്യാനുള്ളത്. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഫ്ലോർ എക്സിസ്റ്റിംഗ് ആണ്, ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയൊരു ഭാഗം എക്സിസ്റ്റിംഗ് ആണ്, ബാക്കിയുള്ള ഭാഗം പ്രൊപ്പോസലാണ്. അപ്പോൾ ആ കേസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. കൃത്യമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ കണ്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ചെയ്യട്ടോ ഡ്രോയിങ്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഞാൻ ഈ ഒരു ഡ്രോയിങ് ഓൾറെഡി ചെയ്ത് വെച്ചതിൽ ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ഫുൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ. അപ്പോൾ അത് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സർവീസസിൽ പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് പെർമിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, അതിൽ പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽ. നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ ആണ്. പ്രൊസീഡ് കൊടുക്കുക. നെയിം ഓഫ് പ്രൊജക്റ്റ്
ഞാനിവിടെ ക്ലയൻറ്റിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷനിൽ ഓട്ടോമേറ്റഡ് മോഡ് കൊടുത്തിട്ടുണ്ട്. പ്രൊസീഡ് കൊടുക്കുക. ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി. ഒന്നുകൂടി പ്രൊസീഡ് കൊടുത്ത് അടുത്ത ഓപ്ഷനിലേക്ക് കിടക്കും. നമ്മൾ പെർമിറ്റ് ഇഷ്യൂ ലോക്കൽ ബോഡി ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി കൊടുക്കുക. ഏത് മുനിസിപ്പാലിറ്റി ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രൊസീഡ് കൊടുക്കുക. അടുത്ത പ്ലോട്ട് ഇവിടെ വന്ന് സെർച്ച് കൊടുക്കുക. തൽക്കാലം ഇതൊക്കെ നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ അത്ര പോലും ക്ലിയർ ഇല്ലാത്തൊരു മാപ്പാണ്. ഓക്കെ, ഏകദേശം നമുക്ക് പരിചയമുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അല്ലാത്ത സാഹചര്യത്തിലാണ് ബുദ്ധിമുട്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ റോഡ് ഇങ്ങനെ വന്ന് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ്. റൂട്ട് സെലക്ട് ചെയ്യാം. എൻ്റർ കൊടുക്കട്ടോ. റൂട്ട് നെയിം തൽക്കാലം എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ബിൽഡിംഗ് ഹൈറ്റ് ഇവിടെ 6.8 മീറ്ററിലാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുക കേട്ടോ. കഴിഞ്ഞാൽ പ്രൊസീഡ് കൊടുക്കുക. അടുത്ത പ്ലോട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് പോയിട്ടുള്ളത്. ലോക്കൽ ബോഡി തിരൂർ കൊടുത്തിട്ടുണ്ട്. താലൂക്ക് തിരൂരാണ്. വില്ലേജ് തൃക്കണ്ടിയൂർ. വാർഡ് നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. തൃക്കണ്ടിയൂർ അംശം അന്നാര ദേശം. അടുത്ത ആധാരത്തിലെ ഡീഡ് നമ്പർ. നമുക്ക് കൃത്യമായിട്ട് ആധാരത്തിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ നേരെ ബാക്ക് സൈഡ് ചെക്ക് ചെയ്താൽ ഡീഡ് നമ്പർ കിട്ടും കേട്ടോ. കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കുക. അടുത്ത രജിസ്ട്രേഷൻ ഡേറ്റ്. ഇതൊക്കെ നമുക്ക് ആധാരത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കിട്ടും കേട്ടോ. ഇവിടെ ഈ ഒരു കേസിൽ 2006 രജിസ്ട്രേഷൻ വരുന്നത്. 2006 ജൂൺ 8 അത് കൊടുത്തു. രജിസ്ട്രേഷൻ ഓഫീസ് തിരൂരാണ്. സെലക്ട് ചെയ്ത് കൊടുത്തു. പൊസഷൻ സർട്ടിഫിക്കറ്റ് നമ്പറാണ് അടുത്ത് വരുന്നത്. കൃത്യമായിട്ട് പൊസഷൻ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ ഒരു QR കോഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ തൊട്ട് താഴെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് തെറ്റാതെ കൊടുക്കുക. നേരെ റൈറ്റ് സൈഡിൽ ഡേറ്റ് ഉണ്ടായിരിക്കും. ഡേറ്റും തെറ്റാതെ കൊടുക്കട്ടെ. 2025 ഫെബ്രുവരി 2 ഫെബ്രുവരി 13 എടുത്ത പൊസിഷനാണ്. അതിനുശേഷം നമ്മളുടെ ലാൻഡ് ടാക്സ് അടച്ചതിൽ നോക്കിയാൽ ഭൂനികുതി തണ്ടപ്പേർ നമ്പർ കിട്ടും കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്ര ഏരിയ ആണ് പ്ലോട്ട് വരുന്നത് അത് മീറ്റർ സ്ക്വയറിൽ കേട്ടോ. കൃത്യമായിട്ട് മീറ്റർ സ്ക്വയറിൽ എത്ര ഏരിയ വരുന്നുണ്ട് പ്ലോട്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓണർഷിപ്പ് ഏത് ടൈപ്പ് ഓണർഷിപ്പ് ആണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്പർ ഓഫ് ഓണേഴ്സ് ഇവിടെ 2 ഓണേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ഓണേഴ്സ് 2 കൊടുത്തു. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്ത ലാൻഡ് ഡീറ്റെയിൽസ് ആസ് പെർ BTR പുരയിടാണ്. ഡാറ്റാ ബാങ്ക് പ്രകാരം നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. അടുത്ത് സർവേ നമ്പർ റീസർവേ നമ്പർ ആണോ എന്നുള്ളത് നോക്കിയിട്ട് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കുക. നമുക്കിവിടെ സർവേ നമ്പറാണ് കൊടുക്കാനുള്ളത്. ബ്ലോക്ക് നമ്പർ പൊസിഷനിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. സർവേ നമ്പർ 13 വരുന്നത്. അതിൻ്റെ സബ് ഡിവിഷൻ നമ്പർ ഇവിടെ വേറെ തന്നെ ചോദിക്കുന്നത്. സബ് ഡിവിഷൻ നമ്പർ 2 എത്ര M² ആണ് പ്ലോട്ട് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക.
ആധാരം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇവിടെ ഡീഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആധാരങ്ങൾ മാത്രമല്ല, നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, പൊസിഷൻ, ലാൻഡ് ടാക്സ്, മറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് മൂന്നാമത്തത്. അപ്പോൾ അതിൽ നമ്മൾ ആധാരത്തിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത പൊസിഷൻ PDF ആയിരിക്കണം കേട്ടോ. അടുത്ത ലാൻഡ് ടാക്സ്, പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റ്, അതിൽ പ്രോപ്പർട്ടി ടാക്സ് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൽ നമ്മൾ എക്സ്റ്റൻഷൻ നടത്തുകയാണ്, അപ്പോൾ അതും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്താൽ നമ്മളുടെ ഓണർ ഡീറ്റെയിൽസിലേക്ക് ഓട്ടോമാറ്റിക് പോകും. അതേ ഓപ്ഷനിൽ, നാലാമത്തെ ഓപ്ഷനിൽ തന്നെ ഓണർ ഡീറ്റെയിൽസിലേക്ക് ഓട്ടോമാറ്റിക് പോകും. അതിൽ നമ്മൾ ഒരാളെ, 2 പേരാണ് ഓണർമാർ, ഒരാൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ആദ്യം മുതലൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതൊന്ന് ഡിലീറ്റ് കൊടുക്കുന്നു കേട്ടോ. ഡിലീറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ആദ്യം മുതൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്പർ കൃത്യമായിട്ട് 2 ഓണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 2 പേരുടെയും ഫോൺ നമ്പർ ആദ്യം ഒരാളെ ആഡ് ചെയ്തതിന് ശേഷം അയാളുടെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അടുത്ത ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സിറ്റിസൺ ലോഗിൻ ID നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ ഫോൺ നമ്പർ അടിച്ചാൽ അവരുടെ ഡീറ്റെയിൽസ് ഇതിലേക്ക് ആഡായി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഫോൺ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് കൊടുത്താൽ ഉണ്ടോ, സക്സസ്ഫുള്ളി ഫെച്ച്ഡ് ഡീറ്റെയിൽസ് ഓഫ് ദി സിറ്റിസൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് മലപ്പുറം സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോക്കൽ ബോഡി, ഇത് ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആട്ടോ, ഓണറുടെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ പ്ലോട്ട് ഡീറ്റെയിൽസ് ഒക്കെ മുമ്പ് കറക്റ്റ് ചെയ്തു പോയതാണ്. ഇത് നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൽ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ഞാൻ ഈ ഓണർ താമസിക്കുന്ന സെയിം വീട്ടിൽ തന്നെയാണ്, അപ്പോൾ സെയിം അഡ്രസ്സ് തന്നെയാണ് വരാം. അപ്പോൾ അത് തന്നെ ചെയ്തു പോകുന്നുണ്ട്. വാർഡ് നമ്പറൊക്കെ കൃത്യമായിട്ട് കൊടുക്കട്ടോ. ഡോർ നമ്പർ, ഹൗസ് നെയിം കൊടുക്കുക. പോസ്റ്റ് ഓഫീസ്, ഇതൊന്നും ഞാൻ ആർക്കും മുന്നേ പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ലോ. ഉണ്ടോ, ഇവിടെ ആധാർ നമ്പറും ഫോൺ നമ്പറൊക്കെ, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇമെയിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പ് സിറ്റിസൺ ലോഗിന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം വന്നു കേട്ടോ. അപ്പോൾ സേവ് കൊടുക്കാം. സേവ് കൊടുത്താൽ അടുത്ത ആളെ ചേർക്കാനുള്ള ബോക്സും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആളുടെ ഫോൺ നമ്പറും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്താൽ, സെർച്ച് കൊടുത്താൽ സക്സസ്ഫുള്ളി ഫെച്ച്ഡ് ഡീറ്റെയിൽസ് ഓഫ് ദി സിറ്റിസൺ. ഓക്കെ, അതും ഇവർക്ക് താമസിക്കുന്ന സെയിം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത അതേ കാര്യങ്ങളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്രൊസീഡ് കൊടുത്താൽ നേരെ നമ്മൾ പോകുന്നത് റൂൾ വെരിഫിക്കേഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച ഡ്രോയിങ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രൂട്ടനൈസ് പാസ്സായി കഴിഞ്ഞാലും ചില എറേഴ്സൊക്കെ രണ്ടാമത്തെ ഘട്ടത്തിലേ നമുക്ക് അറിയുള്ളൂ. അതായത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴേ ചില എറേഴ്സ് നമുക്ക് കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത് വെച്ച ഡ്രോയിങ് കൃത്യമായിട്ടൊന്ന് സബ്മിറ്റ് ചെയ്യാം. അതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ജനറൽ പെർമിറ്റിൻ്റെ ഓപ്ഷനിൽ കയറിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ ഹൈറ്റ് കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സ്റ്റൻഷൻ കൂടി ആണെങ്കിൽ നമുക്ക് സെൽഫ് സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് എംപാൻ ലൈസൻസ് വെച്ചിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നമ്മൾക്ക് 680 ഹൈറ്റ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു എറർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്.
ഈ 680 എന്നുള്ള ഹൈറ്റ് ഞാൻ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഹൈറ്റ് ഒന്നും കൂടി കൂട്ടി ചെയ്യാം കേട്ടോ. നമ്മൾ കൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സൈറ്റിൽ വർക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ. ഒരു 30 സെൻറ്റിമീറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 710 ഹൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇവിടെ EDCR സ്ക്രൂട്ടനൈസ് നിശ്ചയിച്ച പോലെ തന്നെ എംപാനൽ ലൈസൻസ് വെച്ചിട്ട് നമുക്കിപ്പോൾ എക്സ്റ്റൻഷൻ വർക്കും കൂടി ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഹൈറ്റിൻ്റെ ഒരു വിഷയം കൊണ്ടായിരുന്നു ഇവിടെ നേരത്തെ ജനറൽ പെർമിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് എറർ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. 710 ഇപ്പോൾ ഹൈറ്റ് ആയിട്ടുണ്ട്. 30 സെൻറ്റിമീറ്ററും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പ്ലോട്ട് ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ചെയ്ത സമയത്ത് ക്യാപ്ചർ ലൊക്കേഷൻ ചെയ്ത സമയത്ത് ബിൽഡിംഗ് ഹൈറ്റും കൂടി ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പോയിട്ട് ബിൽഡിംഗ് ഹൈറ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ 710 ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് റൂൾ വെരിഫിക്കേഷനിൽ നമ്മൾ അടുത്ത അതിൽ സ്ക്രൂട്ടനൈസിൻ്റെ റിപ്പോർട്ട് നോക്കുക, എല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട്, അക്സെപ്റ്റഡ് ആണ്. അതിനുശേഷം PDF ഡ്രോയിങ്സിൽ പോയിട്ട് നമുക്ക് ഓരോ ഡ്രോയിങ്സും ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കൃത്യമായിട്ടാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഡിക്ലറേഷനിൽ പോയിട്ട് എഗ്രി കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, ക്ലോസ്. നമ്മളെ പ്ലോട്ടിൻ്റെ 4 സൈഡിൽ ഏത് തരത്തിലുള്ള പ്ലോട്ടാണ് വരുന്നത് എന്നുള്ള യൂസേജാണ് ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഗാർഡൻ ലാൻഡ് തന്നെയാണ് വരുന്നത് വിത്ത് റോഡ് ആക്സസ്. നിയറസ്റ്റ് ബിൽഡിംഗ് നമ്പർ നമ്മൾ ഈ വീടിൻ്റെ നമ്പറിന് കൊടുത്താൽ മതി. അടുത്ത ഇലക്ട്രിക്കൽ പോസ്റ്റ് നമ്പർ കൊടുക്കുക. ടൈപ്പ് ഓഫ് അബട്ടിംഗ് റോഡ് നമ്മളിവിടെ കൽദേശാക്കായിരുന്നു കൊടുത്തിരുന്നത്, അത് തന്നെ കൊടുക്കുക. അടുത്ത ഏകദേശം ഒരു കോസ്റ്റ്, നമ്മൾ ബിൽഡിങ് കൺസ്ട്രക്ഷൻ ആവശ്യമായി വരുന്ന കോസ്റ്റ് ഏകദേശം ഒന്ന് കൊടുക്കുക. ഓക്കെ, സേവ് കൊടുക്കുക. അപ്പോൾ ഏരിയ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഏരിയ 85.55. ഇത് കൃത്യമായിട്ട് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് നമ്പർ വെച്ച് AR ഡീറ്റെയിൽ ചെക്ക് ചെയ്യുക. ഒന്നുകിലും മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് റവന്യൂവിൽ പോയി നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേസ്മാർട്ട് വഴി ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് മുനിസിപ്പാലിറ്റി റെക്കോർഡ്സിലുള്ള ഏരിയ ആയിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ പെർമിറ്റൊക്കെ എടുത്തതിന് ശേഷം ചിലപ്പോൾ റൂം കൂട്ടിയിട്ടൊക്കെ ടോയ്ലറ്റ് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, വർക്ക് ഏരിയ ആഡ് ചെയ്യേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർമ്മിച്ച ഏരിയ മൊത്തത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് കാണിക്കരുത്. അനുമതി ഇല്ലാതെ എടുത്തതൊന്നും എക്സിസ്റ്റിംഗ് ഏരിയ ആയിട്ട് കാണിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ മുനിസിപ്പൽ റെക്കോർഡ്സിലുള്ള ഏരിയ മാത്രം അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് കാണിക്കുക. ഗ്രൗണ്ട് ഫ്ലോർ എത്രയാണോ ഫസ്റ്റ് ഫ്ലോർ എത്രയാണോ എന്നുള്ളത് കാണിക്കുക. കൂടുതൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് റെഗുലറൈസേഷൻ്റെ ലെയർ വെച്ചിട്ട് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഏരിയ ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഞാനിതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം കൊടുത്താണ്. അടുത്ത പ്രപ്പോസ്ഡ് ഏരിയയും കൃത്യമായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ പ്രപ്പോസ്ഡ് ഫസ്റ്റ് ഫ്ലോർ, അതുപോലെ ഫ്ലോർ ഏരിയ ബിൽഡപ്പ് ഏരിയ ആണ് 36-39, ഫ്ലോർ ഏരിയ 34-16. അപ്പോൾ അത് കൃത്യമാണോ എന്നുള്ളത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വരച്ച് വെച്ച ഫ്ലോർ പ്ലാനിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, കറക്റ്റ് ആണോ എന്നുള്ളത്. 36-39, 34-16. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം NOC ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് NOC ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ
ജസ്റ്റ് പ്രൊസീഡ് കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ആപ്ലിക്കേഷൻ സമ്മറി നമ്മൾ വായിച്ച് നോക്കി തെറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം ലൈസൻസിൻ്റെ ഡിക്ലറേഷനാണ്, എഗ്രി ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. അടുത്തത് വെരിഫിക്കേഷൻ. ലൈസൻസിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓണേഴ്സ്, ഇപ്പോൾ 2 പേരുണ്ട് ഓണേഴ്സ്, വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ അടച്ച് നേരെ ലൈസൻസിക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓണർക്ക് ഫോർവേഡ് ചെയ്യുന്നത് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ തന്നെ അവരുടെ ലോഗിനിൽ കയറിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും കൊടുത്തത് കറക്റ്റാണോ എന്നുള്ള ഉറപ്പ് വരുത്തി പ്രൊസീഡ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹനീഫ എന്ന്. ഇപ്പോൾ ഞാനുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിക്കാനുണ്ട് കേട്ടോ. നമ്മൾ OTP അയക്കാണ്. ഓക്കെ, ഇനി നിങ്ങളെ നമ്പറേക്ക് ഒന്ന് ഓടി വരും കേട്ടോ. 49. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കണേ. ഇന്ന് പോയി ഫീസ് അടച്ചാൽ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ വിളിക്കാം നിങ്ങളെ കേട്ടോ. ശരി. അപ്പോൾ നമ്മളിപ്പോൾ 2 ക്ലയൻറ്റിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്താൽ ഇനി പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഫീസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ടാണ്. പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് പല രീതിയിലും പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസിൻ്റെ ലോഗിനിൽ വന്നു കഴിഞ്ഞാൽ റെഡി ടു സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. അവിടെ എഡിറ്റിൻ്റെ ഓപ്ഷനിൽ വരാം. ഓക്കെ, പേയ്മെൻറ്റൊക്കെ ടിക്ക് വന്നിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്കൊരു ഫയൽ സബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെ കണ്ടിരുന്നവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.